മൂന്നാർ ടൗണിലും ഇക്കാനഗർ അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ ഭീതി പടർത്തി അലഞ്ഞു നടക്കുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും തെരുവുനായയുടെ കടിയേറ്റിരുന്നു. നായശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വിനോദസഞ്ചാരികളടക്കം ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന മൂന്നാർ ടൗണിലും ഇക്കാനഗർ അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ വിലസാൻ തുടങ്ങിയതോടെ ആളുകളിൽ ഭീതിയും വർദ്ധിച്ചു. രാത്രികാലത്തും പുലർച്ചെയുമൊക്കെയായി നായ്ക്കൾ വല്ലാത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. ഈ സമയങ്ങളിൽ കാൽനടയാത്രികർ ഭയപ്പാടോടെയാണ് സഞ്ചരിക്കുന്നത്. നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് പുറകെ ചാടുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും തെരുവുനായയുടെ കടിയേറ്റിരുന്നു. നായശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലുള്ള പട്ടികളല്ല, വെളിയിൽ നിന്ന് എവിടെന്നോ കൊണ്ടുവന്ന് ഇറക്കി വിട്ട പട്ടികളാണ് കൂടുതലും ഈ മേഖലയിൽ ഇരിക്കുന്നത്. 1, 2, 3 പട്ടികളല്ല, അത് കൂട്ടമായിട്ട് വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ 20, 30 പട്ടികൾക്ക് കൂടുതലായിട്ടാണ് ഒരു കൂട്ടമായിട്ട് നടക്കുന്നത്. ആ തെരുവുനായ ശല്യത്തിനെ ഒഴിക്കുവാനായിട്ടുള്ള നടപടികൾ പഞ്ചായത്ത് എത്രയും വേഗം തന്നെ സ്വീകരിക്കണമെന്ന്. പലപ്പോഴും കൂട്ടമായി നടക്കുന്ന തെരുവുനായ്ക്കൾ കൂടുതൽ അക്രമകാരികളാകുകയാണ്. തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ പിന്തിരിയാതെ ആളുകൾക്ക് നേരെ കൂട്ടമായി നായ്ക്കൾ പാഞ്ഞെടുക്കും. സ്ത്രീകളും പ്രായമായവരും കുട്ടികളുമൊക്കെയാണ് തെരുവുനായ ശല്യം വർദ്ധിച്ചതിന്റെ പ്രയാസം കൂടുതലായി അനുഭവിക്കുന്നത്. ഇക്കാനഗർ മേഖലയിലെ നായ്ക്കളെ കൊണ്ടുവന്ന് ഇറക്കിവിട്ടുവെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ വന്നുപോകുന്ന പ്രദേശമെന്ന നിലയിൽ മൂന്നാറിലെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ.